ഇതുവരെ അധികാരത്തിലിരുന്നതിന് വിഭിന്നമായി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാതെയുള്ള തുടർഭരണം മോഡി ഗവൺമെന്റിനേറ്റ കനത്ത പ്രഹരം തന്നെയാണ്. എന്നിരുന്നാലും ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാവുക എന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഏറെ അനിവാര്യവുമാണ്. അതിൻ്റെ തുടക്കമെന്നോണം ആദ്യത്തെ വെടി പൊട്ടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. അതിബുദ്ധിമാന്മാർ ഒരുക്കിയ ഇന്ത്യയെ തകർക്കുന്ന ഓഹരി കുംഭകോണത്തെക്കുറിച്ച് രാഹുൽ പുറത്തുവിട്ട വിവരങ്ങളും തെളിവുകളും അതിൻ്റെ സാധ്യതകളും നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒന്നല്ല. എക്സിറ്റ് പോളിൻ്റെ മറവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അറിവോടെ ഓഹരി കുംഭകോണം നടന്നുവെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഗുരുതരമായ ആരോപണം. സർക്കാർ രൂപീകരണത്തിന് മുമ്പ് തന്നെ രാഹുൽ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 13th May 2024, the Home Minister says, buy shares before 4th of June. This is a clear indication to retail investors and others to buy stock. 19th May, for the first time, and then repeatedly until the 28th May, the Prime Minister says that the stock market is going to break records on 4th June. Finally, on 1st June, completely fictitious exit polls are released. These investors are given a completely wrong impression. And on the 3rd of June, as we all know, the stock market breaks all records and then crashes on the 4th of June. രാഹുൽ പുറത്തുവിട്ട കാര്യങ്ങൾ ഇവയാണ്. അതായത് മെയ് 13-ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ NDTVക്ക് നൽകിയ അഭിമുഖത്തിൽ ആഹ്വാനം ചെയ്തു ഓഹരി വാങ്ങുന്നതിൽ യാതൊരുവിധ ആശങ്കകളും വേണ്ട എന്ന്, ധൈര്യമായി തന്നെ ഓഹരി വാങ്ങിക്കോളൂ എന്ന്. ശേഷം മെയ് 19-ന് NDTV പ്രോഫിറ്റ് എന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി മോഡിയും പറയുന്നു ജൂൺ 4-ാം തീയതി ഓഹരി വിപണി വൻ റെക്കോർഡിലേക്ക് കുതിച്ചു കയറുമെന്ന്. നമുക്കറിയാം അദാനിയുടെ ഉടമസ്ഥതയിലുള്ള ചാനലുകളാണ് ഈ പറയുന്ന NDTVയും NDTV പ്രോഫിറ്റും. ഓഹരി വിപണിയിൽ കൃത്രിമം കാട്ടിയെന്ന ആരോപണം നേരിടുന്ന അദാനിയുടെ സ്വന്തം ചാനലിലൂടെ തന്നെയാണ് മോദിയും അമിത്ഷായും ഈ ആഹ്വാനം നടത്തിയത്. ഇത് രാജ്യചരിത്രത്തിലെ തന്നെ ഓഹരി കുംഭകോണമാണെന്നാണ് രാഹുലിൻ്റെ ആരോപണം. നമുക്കറിയാം രാജ്യത്തെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് കേന്ദ്രത്തിന് പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ റിപ്പോർട്ടുകൾ നൽകുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പായി രഹസ്യാന്വേഷണ ഏജൻസി അതാത് സർക്കാരുകൾക്ക് രഹസ്യ റിപ്പോർട്ടുകൾ നൽകാറുണ്ട്. ഇങ്ങനെ രാജ്യത്തെ ജനങ്ങൾ എങ്ങനെ വിധി എഴുതുമെന്നതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ മോഡി സർക്കാരിന് ലഭിച്ചു. ഏതാണ്ട് 220 സീറ്റുകളെ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നും രാഹുൽ ഗാന്ധി പറയുന്നു. അതായത് റിപ്പോർട്ട് പ്രകാരം കേവല ഭൂരിപക്ഷം ലഭിക്കില്ല എന്ന സത്യം നേരത്തെ തന്നെ പ്രധാനമന്ത്രി മോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും അറിയാമായിരുന്നു. എന്നിട്ടും ഇവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ നിക്ഷേപകരോട് നിങ്ങൾ ധൈര്യമായി ഇൻവെസ്റ്റ് ചെയ്യൂ എന്ന ആഹ്വാനവുമായി മുന്നോട്ട് വന്നു. ചെറുകിട നിക്ഷേപകർ ഈ വാക്കുകൾ വിശ്വസിച്ച് നിക്ഷേപം നടത്തി. അവസാനഘട്ട പോളിംഗ് നടന്നത് ജൂൺ 1-നായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ വിവിധ മാധ്യമങ്ങൾ പുറത്തുവിട്ട എക്സിറ്റ് പോളുകൾ BJPക്ക് വലിയ ഭൂരിപക്ഷത്തോടെയുള്ള വിജയം തന്നെയെന്ന് പ്രഖ്യാപിച്ചു. ജൂൺ 2 ഞായറാഴ്ച ഒരു അവധി ദിവസമായിരുന്നു. 3-ാം തീയതി തിങ്കളാഴ്ച ഓഹരി വിപണിയിൽ അപ്രതീക്ഷിതമായ കുതിപ്പാണുണ്ടായത്. ചെറുകിട നിക്ഷേപകർ എല്ലാവരും തന്നെ സ്വാഭാവികമായും വാങ്ങുന്നത് സർക്കാരിനോട് അടുപ്പമുള്ള കമ്പനികളുടെ ഓഹരികളാവും. ഇവിടെയും അത് തന്നെ സംഭവിച്ചു. അന്ന് ഏറ്റവും കൂടുതൽ നേട്ടം കിട്ടിയത് അദാനി കമ്പനികൾക്കായിരുന്നു. ജൂൺ 3-ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുണ്ടായ മൂല്യവർദ്ധനവ് 14 ലക്ഷം കോടി രൂപയാണ്. രാവിലെ തന്നെ അദാനിയുടെ ഓഹരികളിൽ ഉയർന്നത് 16%. അദാനിയുടെ 10 ലിസ്റ്റഡ് കമ്പനികളുടെ ആകെ വിപണി മൂല്യം 1.4 ലക്ഷം കോടിയിൽ നിന്ന് ഉയർന്ന് 19.24 കോടിയായി മാറി. ഇവിടെ ഏറ്റവും നേട്ടം കൈവരിച്ചത് അദാനി പവറും അദാനി പോർട്ടുമാണ്. എന്നാൽ ജൂൺ 4-ന് എക്സിറ്റ് പോളുകൾക്ക് തീർത്തും വിഭിന്നമായാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത്. ഇതോടെ ഓഹരി വിപണികൾ ഇടിയുകയും ചെറുകിട നിക്ഷേപകർക്ക് 30 ലക്ഷം കോടി രൂപയുടെ നഷ്ടം സംഭവിക്കുകയും ചെയ്തു. ഈ നഷ്ടത്തിന് പിന്നിൽ ആരുടെയെങ്കിലും കറുത്ത കൈകൾ മറഞ്ഞിരിപ്പുണ്ടോ? ഇവിടെ ഇനിയും വ്യക്തത വേണ്ടുന്ന കാര്യങ്ങൾ ഇവയാണ്. 1. കുലബന്ധം പോലുമില്ലാത്ത എക്സിറ്റ് പോളുകൾ പുറത്തു വന്നത് ഗൂഢാലോചനയാണോ? 2. എക്സിറ്റ് പോളുകൾക്ക് തൊട്ടു പിന്നാലെ വിപണിയിലുണ്ടായ മുന്നേറ്റം ആസൂത്രിതമാണോ? 3. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് തൊട്ടു മുമ്പിലത്തെ ദിവസം, അതായത് ജൂൺ മാസം 3-ാം തീയതി ലാഭം കൊയ്തത് ആരൊക്കെയാണ്? ഈ കാര്യങ്ങളിൽ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും നിർമ്മലാ സീതാരാമനുമുള്ള പങ്കെന്തെന്ന് അന്വേഷിക്കണമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം. ഇവിടെ സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണം കൂടിയേ തീരുവെന്നും രാഹുൽ പറയുന്നു. കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്,
ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ആഹ്വാനം ചെയ്യുന്നത് ചരിത്രത്തിൽ പോലും കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമാണ്.